മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കളെ, സഹോദരന്മാരെ, സ്നേഹമുള്ള കുട്ടികളെ, നമുക്ക് ഏവർക്കും വളരെ സന്തോഷകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൊറോണ കാലഘട്ടമാണെങ്കിലും നമ്മുടെ മനസ്സുകളിൽ കൂടുതൽ നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഉണർവിൻ്റെയും അനുഭവങ്ങൾ പകർന്നു തരുന്ന ഒരു വലിയ ആഘോഷത്തിനായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമാണിത്. നമ്മുടെ കർത്താവിൻ്റെ ജന്മദിനത്തിൻ്റെ ഓർമ്മയെ ആചരിക്കാൻ, ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഘോഷത്തോടനുബന്ധിച്ച് ആത്മീയമായിട്ട് ഒരുങ്ങുന്നതിനോടൊപ്പം ഭൗതികമായിട്ടും സാമൂഹികമായിട്ടുമൊക്കെ നമ്മൾ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച ഏതാനും ചില ആചാരങ്ങളെക്കുറിച്ച്, അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇന്ന് ഈ അവസരത്തിൽ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. പ്രത്യേകമായിട്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന കുടുംബങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, സമൂഹങ്ങളിൽ, ഇടവകകളിൽ ഒക്കെ, ദേവാലയങ്ങളിലൊക്കെ നമ്മൾ നടത്തുന്ന ചില പ്രത്യേകമായ ഒരുക്കങ്ങളുണ്ട്, അല്ലെ ചില പ്രത്യേകമായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതിലേതാനും ചിലത് നമ്മുടെ വിചിന്തനത്തിന് വിഷയമാക്കാനാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ക്രിസ്മസിനോടൊരുക്കമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പുൽക്കൂട് തയ്യാറാക്കുക എന്നുള്ളതാണ്. എല്ലാ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലും കുഞ്ഞുനാൾ മുതൽ അവരുടെ മനസ്സിൽ പതിച്ചു കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് പുൽക്കൂടിൻ്റെ ഓർമ്മ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പുൽക്കൂടുണ്ടാകും. പുൽക്കൂട് മാറ്റി നിർത്തിയിട്ട് ഒരു ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഇന്ന് സാധ്യമല്ല. കാരണം അത്രമാത്രം ക്രിസ്മസിനോട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് പുൽക്കൂട് നിർമ്മാണവും ആ പുൽക്കൂടിൻ്റെ ആവിഷ്കരണവും. കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, പുൽക്കൂട് ആദ്യമായിട്ടുണ്ടാക്കിയത് ഫ്രാൻസിസ് അസീസിയാണെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അദ്ദേഹം വിശുദ്ധ നാട് സന്ദർശനത്തിന് പോയി ഏതാണ്ട് 6 മാസത്തോളം അവിടെ താമസിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ സന്ദർശനത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് വീണ്ടും അനുസ്മരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി സുൽത്താനെ കാണാനായിട്ട് പോയി സംസാരിക്കാൻ പോയ അവസരത്തിൽ യേശുവിൻ്റെ വിശുദ്ധ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിച്ചു. അതിലേറ്റവും ആകർഷണീയമായത് ഈശോ ജനിച്ച സ്ഥലമാണ്. ബെത്ലഹേമിലെ ആ കാലിത്തൊഴുത്ത് ഉൾക്കൊള്ളുന്ന ദേവാലയം അദ്ദേഹം സന്ദർശിച്ചു. ഇന്നും നമുക്ക് വിശുദ്ധ നാട്ടിൽ പോയാൽ നശിപ്പിക്കപ്പെടാതെ സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയങ്ങളിൽ ഒന്നാണ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് ഉൾക്കൊള്ളുന്ന ദേവാലയം. നമുക്കറിയാം, വിശുദ്ധ നാടുകളിൽ യേശുവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളും ജീവചരിത്രവുമായ കാര്യങ്ങളും സംഭവിച്ച സ്ഥലങ്ങളിലെല്ലാം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അമ്മയായ ഹെലേന പുണ്യവതിയുടെ ആഗ്രഹപ്രകാരം ദേവാലയങ്ങൾ സ്ഥാപിച്ചു. ആ ദേവാലയങ്ങൾ പലതും നശിപ്പിക്കപ്പെട്ടു. എന്നാൽ നശിപ്പിക്കപ്പെടാതെ സൂക്ഷിക്കപ്പെടുന്ന ഒരു ദേവാലയമാണ് യേശുവിൻ്റെ ജനനം നടന്ന ആ കാലിത്തൊഴുത്ത് ഉൾക്കൊള്ളുന്ന ദേവാലയം. അതിൻ്റെ കാരണങ്ങളും പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് വിശുദ്ധ നാട്ടിൽ ചെന്നാൽ ആ കാലിത്തൊഴുത്താകുന്ന ആ ഗുഹയിൽ, ഒരു ഗുഹ പോലെയാണ്, ആ ഗുഹയിലാണ് കാലുകൾ വന്ന് താമസിച്ചിരുന്നത്, അല്ലെ സൂക്ഷിച്ചിരുന്നത്. ആ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിലാണ് ഉണ്ണീശോയുടെ ജനനം കഴിഞ്ഞ് ഉണ്ണീശോയെ കിടത്തിയതായിട്ട് പറയുന്നത്. അപ്പോൾ ഈശോ ജനിച്ച ആ വിശുദ്ധ സ്ഥലം ഇന്ന് നമുക്ക് നേരിട്ട് കാണാൻ സാധ്യതയുള്ളതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാം. അപ്പം ആ പുൽക്കൂടിൻ്റെ അല്ലെ ആ കാലിത്തൊഴുത്തിൻ്റെ ഓർമ്മ ഉണർത്തുവാൻ വേണ്ടിയാണ് ഫ്രാൻസിസ് അസീസി തിരിച്ച് യൂറോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഇറ്റലി വന്നു കഴിഞ്ഞപ്പോൾ
അസീസിലെ തൻ്റെ ആശ്രമത്തിൽ അതിൻ്റെ മോഡലിലൊരു പുൽക്കൂടുണ്ടാക്കി. അങ്ങനെയാണ് ആ പുൽക്കൂടിൽ ആ കാലിത്തൊഴുത്തായതുകൊണ്ട് കാലികളുടെ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആട്ടിടയന്മാർ വന്ന് സന്ദർശിച്ചത് കൊണ്ട് ആട്ടിടയന്മാർ സന്ദർശിക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആട്ടിടയന്മാരുടെ രൂപങ്ങളുണ്ടായിരുന്നു. ആട്ടിടയർ വന്നപ്പോൾ അവരുടെ കൂടെ ആടുകൾ വന്നതുകൊണ്ട് ആ ആട്ടിൻകുഞ്ഞുങ്ങളുടെ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ജനനത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ കവാടത്തിലൊരു മാലാഖയെ തൂക്കി വയ്ക്കുന്നു, അല്ലെങ്കിൽ മാലാഖയുടെ രൂപം വയ്ക്കുന്നു. ഇതെല്ലാം പ്രതീകങ്ങളാണ്. യേശുവിൻ്റെ ജനനത്തിൽ നക്ഷത്രം തെളിഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അതിന് മുകളിൽ ഒരു നക്ഷത്രം തെളിക്കുന്ന പതിവ് പിന്നീട് സംജാതമായതാണ്. ഫ്രാൻസിസ് അസിസി ഉണ്ടാക്കിയ പുൽക്കൂടിൻ്റെ മുകളിൽ അതുണ്ടായിരുന്നില്ല. പിന്നീടാണ് നക്ഷത്രം, ആ പുൽക്കൂടിൻ്റെ മുകളിൽ നക്ഷത്രം തൂക്കുന്ന പതിവ് തുടങ്ങിയത്. എന്തായിരുന്നാലും ഈ പുൽക്കൂട് ഒരു ഓർമ്മയാണ്, ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മ പുതുക്കലാണത്. ഈശോ ജനിച്ച ആ വിശുദ്ധ സ്ഥലത്തിൻ്റെ കാലിത്തൊഴുത്തിൻ്റെ ഓർമ്മ നമ്മൾ ഉണർത്താൻ സഹായിക്കുന്നതാണ് പുൽക്കൂടുകൾ. ഇന്ന് നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് വരുമ്പോൾ നമുക്ക് വാട്സപ്പുകളിലൂടെ, ഓൺലൈൻ മീഡിയയിലൂടെ ഒത്തിരിയേറെ പുൽക്കൂടുകളുടെ രൂപങ്ങൾ കാണാൻ സാധിക്കും. വൈവിധ്യമാർന്ന പുൽക്കൂടുകൾ. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ക്രിസ്മസ് ദിനങ്ങളിലൂടെയാണ് ഈ പുൽക്കൂടുണ്ടാക്കലിൻ്റെ ആരവം നടക്കുന്നത്. വാസ്തവത്തിൽ ഒരു ആരവമാണ്. കാരണം അതിന് പ്രത്യേകമാം വിധം ദിവസങ്ങളെടുത്ത് വലിയൊരു പുൽക്കൂട്ടാണ് അവിടെ നിർമ്മിക്കുന്നത്. വളരെ മനോഹരമായ പ്രസിദ്ധരായ കലാകാരന്മാർ ഓരോ വർഷവും അവിടെ പ്രത്യേക തരത്തിലുള്ള പുൽക്കൂടുകൾ ഉണ്ടാക്കും, പ്രത്യേക ഒരു ആശയത്തോടു കൂടി. അത് മാത്രമല്ല, നമ്മുടെ ദേവാലയങ്ങളിൽ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കലാകാരന്മാർ ഒന്നുചേർന്ന് മനോഹരമായ പുൽക്കൂടുകൾ, പ്രത്യേകമായ ആശയങ്ങളോടുകൂടിയ പുൽക്കൂടുകൾ രൂപവൽക്കരിക്കുന്നത്, ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കലാഭാവനയ്ക്കൊത്ത്, അവരുടെ മനസ്സിൽ വിരിയുന്ന ഭാവനയ്ക്കൊത്ത് അവർ ഈ പുൽക്കൂടിലെ രൂപങ്ങളൊക്കെ വാങ്ങിച്ച് ആ പുൽക്കൂടെല്ലാം ക്രമീകരിച്ച് അതിൻ്റെ പൊസിഷൻ ചെയ്ത് അതിനെ വളരെ മനോഹരമാക്കി തീർക്കുന്ന അനുഭവങ്ങൾ. വളരെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അവിടെ നമ്മൾ കാണുന്നത്. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോഴും ആ പുൽക്കൂടിന് വേണ്ടി ചില ഭവനങ്ങളിലാണ് അവർ ക്രിയേറ്റീവായിട്ടുള്ള പുൽക്കൂടുകൾ ഉണ്ടാക്കും. റെഡിമെയ്ഡ് പുൽക്കൂടുകൾ ഇന്ന് സംലഭ്യമാണ്. പക്ഷെ അതിനേക്കാൾ അതീതമായിട്ട് ക്രിയേറ്റീവായിട്ട് കുട്ടികൾ തന്നെ ആശയങ്ങൾ രൂപീകരിച്ച് ആ പുൽക്കൂടിന് ഭാവന ചെയ്ത് അതുണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ വസ്തുക്കളൊക്കെ സമാഹരിക്കാനായിട്ട് വിവിധ സ്ഥലങ്ങളിലൊക്കെ പോയി അത് മേടിച്ച് കൊണ്ടുവന്ന് ആ പുൽക്കൂട് തയ്യാറാക്കുന്ന പ്രക്രിയ ഒരു കുടുംബത്തിന് ജീവനാണ്, ഉണർവാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു സിംബോളിക്കാണെന്ന് ഞാൻ പറയും, പ്രതീകാത്മകമാണ്. ആ പുൽക്കൂടുണ്ടാക്കുന്നത് ഒരു പ്രതീകതയാണ്. കാരണം ഒരു പ്രതീകമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കണം. ആ കുഞ്ഞുങ്ങൾ അതിനു വേണ്ടി, മിക്കവാറും മുതിർന്നവരും കുഞ്ഞുങ്ങളും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളാണ് അതിന് താല്പര്യമെടുക്കുന്നത്, മുതിർന്നവരതിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വിശ്വാസ പരിശീലനപരമായിട്ടും ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം അത് ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിൻ്റെ തുടർച്ചയായിരിക്കാം. പക്ഷേ അതുണ്ടാക്കുമ്പോഴും അതിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ പുൽക്കൂട് ഭാവന ചെയ്യുന്ന കാര്യം, അത് റിയലൈസ് ചെയ്യാനായിട്ടുള്ളവരുടെ പരിശ്രമങ്ങൾ, അതുണ്ടാക്കാനായിട്ട് സമാഹരിക്കുന്ന വസ്തുക്കൾ, അതിൽ വയ്ക്കാനുള്ള രൂപങ്ങൾ, അതിന് ലൈറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർന്നാണ് ഒരു പുൽക്കൂട് രൂപീകൃതമാകുന്നത്. എന്നാൽ ആ പുൽക്കൂട് പൂർത്തീകരിക്കപ്പെടുന്നത് യേശുവിൻ്റെ രൂപം അതിൽ പ്രതിഷ്ഠിക്കുന്നതിലൂടെയാണ്. ഇത് വളരെ അർത്ഥപൂർണമായൊരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളും അതെ, നമ്മൾ ഈശോ ജനിക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചേരണം, എങ്കിലേ യേശുവിന് നമ്മിൽ വസിക്കാൻ സാധിക്കും. കാരണം യേശു ജനിക്കാനായിട്ടുള്ള സമയമായപ്പോൾ പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും
പല ഭവനങ്ങളിൽ ചെന്ന് മുട്ടിയെന്നാണ് പറയുക. ഭവനങ്ങളിൽ ചെന്ന് ആ യേശുവിന് ജന്മം കൊടുക്കാനുള്ള അമ്മയോടുകൂടി, ആ പ്രസവ സമയം അടുത്തിരുന്ന അമ്മയോടുകൂടി ഔസേപ്പിതാവ് പോയി പല ഭവനങ്ങളിലും മുട്ടി. പക്ഷെ പലരും കഥകൾ കൊട്ടിയടച്ചു. അവരെ കേൾക്കാനായിട്ട് വാതിൽ തുറന്നു, പക്ഷേ നോ എന്ന് പറഞ്ഞ് കഥകൾ അടയ്ക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് യേശുവിനെ സ്വീകരിക്കാൻ സാധിച്ചു. അവസാനം യേശുവിൻ്റെ ജന്മത്തിന് ഭാഗ്യം ലഭിച്ചത് ഈ കാലിത്തൊഴുത്തിനാണ്. അത് അനുഗ്രഹീതമായ സ്ഥലമായിട്ട് തീർന്നു, ദൈവിക സ്ഥലമായിട്ട് തീർന്നു, ദൈവ സാന്നിധ്യത്തിൻ്റെ ആലയമായി. ഇന്നും വിശുദ്ധ നാട്ടിൽ ചെന്നാൽ അനേക മണിക്കൂർ ക്യൂ നിന്നാണ് നമ്മൾ ആ പുൽക്കൂടൊന്ന് കാണാനായിട്ട് കാത്തു നിന്നാണ് അവസാനം പുൽത്തൊട്ടിയിൽ ചെന്ന് ഈശോ ജനിച്ച സ്ഥലത്ത് മുട്ടുകുത്തി ആ വിശുദ്ധ സ്ഥലം മുത്തി പ്രാർത്ഥിക്കുന്നത്. വലിയൊരു അനുഭവമാണത്. പ്രിയപ്പെട്ടവരെ, അവിടെയും നമ്മൾ ഓർക്കണം, ഈ ഒരുക്കങ്ങളെല്ലാം അർത്ഥപൂർണമാകുന്നത്, എൻ്റെ ക്ലൈമാക്സിൽ എത്തിച്ചേരുന്നത്, അതിനെല്ലാം അർത്ഥം ലഭിക്കുന്നത് ഉണ്ണീശോ വരുമ്പോഴാണ്. അപ്പോൾ ഉണ്ണീശോ ഇല്ലാത്ത നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ജീവിതത്തെ ഒരു പുൽക്കൂടായിട്ട് നിങ്ങൾ കാണുക. ഈശോ ഇല്ലാത്ത പുൽക്കൂട് ആണോ എൻ്റെ ജീവിതം? ഈശോ ഇല്ലാത്ത ആരവങ്ങളുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്, മനോഹാരിതയുണ്ട്, ദീപാലങ്കാരങ്ങളുണ്ട്, അതുമല്ലെങ്കിൽ പുൽത്തൊട്ടിയുണ്ട്, നമ്മുടെ എല്ലാ വസ്തുക്കളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഈശോ ഇല്ലാത്ത പുൽക്കൂടായി നമ്മൾ തീരരുത്. നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒരു പുൽക്കൂടായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബത്തെ ഒരു പുൽക്കൂടായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഇടവകയെ ഒരു പുൽക്കൂടായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കൂട്ടായ്മകളെ ഒരു പുൽക്കൂടായിട്ട് കാണാൻ സാധിക്കും. അവിടെ എല്ലാം ഈ വശങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ആ പുൽക്കൂടുകൾ അർത്ഥപൂർണമാകുന്നതും പ്രകാശപൂർണമാകുന്നതും ഉണ്ണീശോ വരുമ്പോഴാണ്, ഈശോ വരുമ്പോഴാണ്. ഈശോ വന്നു കഴിയുമ്പോൾ ആ പുൽക്കൂട് പൂർണ്ണമാകുന്നത് പോലെ, സന്തോഷദായകമായി തീരുന്നത് പോലെ, പ്രകാശിതമായിട്ട് തീരുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളിലും ഈശോ വരുമ്പോഴാണ് നമ്മുടെ ജീവിതമാകുന്ന പുൽക്കൂട് അർത്ഥപൂർണവും പ്രകാശിതവും സന്തോഷപൂർണവുമായിട്ട് തീരുന്നത്. ആ പുൽക്കൂട്ടിലേക്ക് വരുന്നവർക്കും സന്തോഷം ലഭിക്കുക, കാരണം ഈശോ അവിടെയുണ്ട്. പക്ഷെ ഈശോ ഇല്ലാത്ത പുൽക്കൂട്ടിലേക്കാണ് ആട്ടിടയന്മാർ വന്നതെങ്കിൽ അവർ സന്തോഷത്തോടെ തിരിച്ചു പോകുമായിരുന്നില്ല. വചനത്തിൽ പറയുന്നത്, ആട്ടിടയന്മാരും മാലാഖമാരുടെ ദൂത് കേട്ടിട്ട് ആ കാലിത്തൊഴുത്ത് നമുക്ക് ബെത്ലഹേം വരെ പോകാം, ആ മാലാഖമാർ പറഞ്ഞ കാര്യം എന്താണെന്നൊന്ന് അറിയാമെന്ന് കരുതിയാണ് ആട്ടിടയന്മാർ ആ രാത്രിയിൽ തന്നെ പുറപ്പെട്ട് അവസാനം ആ കാലിത്തൊഴുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ മാലാഖ പറഞ്ഞതനുസരിച്ച് പുൽത്തൊട്ടി കിടക്കുന്ന ശിശുവിനെ അവർ അമ്മയായ മറിയത്തോടു കൂടി കാണുകയാണ്. ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ. അങ്ങനെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലും ഈശോ ഉണ്ടെങ്കിൽ നമ്മളെ കാണുന്നവരും നമ്മുടെ അടുത്ത് വരുന്നവർക്കുമൊക്കെ ഈ പ്രകാശത്തിൻ്റെ അനുഭവം ഉണ്ടാവും, ഈ സന്തോഷത്തിൻ്റെ അവസരം ഉണ്ടാവും, അനുഭവം ഉണ്ടാവും. കാരണം എന്നാൽ ഈശോ ഇല്ലാത്ത ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നവർക്ക് ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കില്ല. ആ ദൈവിക സന്തോഷത്താൽ നിറയാൻ അവർക്ക് സാധിക്കില്ല. ആ സംതൃപ്തിയോടെ തിരിച്ചു പോകാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ടൊരു ചിന്ത, നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും ഒക്കെ നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത, എൻ്റെ ജീവിതമാകുന്ന പുൽക്കൂടിൽ ഈശോ ഉണ്ടോ എന്ന് ചിന്തിക്കണം. യേശുവിൻ്റെ സാന്നിധ്യം സജീവമായി നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനുള്ളൊരു അവസരം കൂടിയാകണം ഈ ക്രിസ്മസിൻ്റെ ഒരുക്കകാലം നമ്മളെ സംബന്ധിച്ച്. രണ്ടാമത്തെ ഒരു സിമ്പിള് ഞാൻ പറഞ്ഞു, ഒന്നാമത്തത് പുൽക്കൂടിൻ്റെ ഒരു സിമ്പിളാണ്, പ്രതീകമാണ്. എല്ലാ ഭവനങ്ങളിലും നമ്മൾ ചെയ്യുന്നൊരു കാര്യം. അപ്പം അതുകൊണ്ട് അത് ആഘോഷമായിട്ട് ചെയ്യുന്നതിനോടൊപ്പം
നമ്മുടെ ജീവിതമാകുന്ന ആ പുൽക്കൂട്ടിൽ, നമ്മുടെ കുടുംബമാകുന്ന പുൽക്കൂട്ടിൽ, കുടുംബത്തിലും അതേ വിവിധ അംഗങ്ങളൊക്കെ ഉണ്ട്. മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, മുതിർന്ന മാതാപിതാക്കളുണ്ട്, ഇവരെല്ലാവരും ഉണ്ടാവും. പക്ഷെ അവിടെയും യേശുവിൻ്റെ സാന്നിധ്യം വരുമ്പോഴാണ് ആ കുടുംബമാകുന്ന പുൽക്കൂട് പുഷ്പിതമായിട്ട് തീരുന്നത്, പ്രകാശിതമായി, ചൈതന്യമുള്ളതായി, സന്തോഷമുള്ളതായി തീരുന്നത്. ഈശോ ഇല്ലാത്ത ഭവനങ്ങൾ, ഈശോ ഇല്ലാത്ത, ഉണ്ണീശോ ഇല്ലാത്ത പുൽക്കൂട് പോലെ നിഷ്ക്രിയവും നിർജീവമായിരിക്കുമെന്ന ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു പ്രതീകം നമ്മൾ കാണുന്നത് നക്ഷത്രങ്ങളാണ്. എല്ലാ രാജ്യങ്ങളിലും നക്ഷത്രം തെളിക്കുന്ന പതിവുണ്ട്. ആ നക്ഷത്രം തെളിക്കുന്നതിൻ്റെ പശ്ചാത്തലവും നമ്മൾ ഓർക്കണം. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ആഘോഷങ്ങളുടെയൊക്കെ പുറകിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു, പൂർവ്വദേശത്ത് നിന്ന്, പൗരസ്ത്യദേശത്ത് നിന്ന് 3 ജ്ഞാനികൾ വരുന്നത്, രാജാക്കന്മാർ വരുന്നത് യേശുവിനെ അന്വേഷിച്ചാണ്. അവർ ജെറുസലേമിൽ ചെന്ന് രാജാവിനോട് ചോദിക്കും, ഞങ്ങൾ ആകാശത്ത് ഒരു ശോഭയുള്ള നക്ഷത്രം കണ്ടിരിക്കുന്നു. അതൊരു യഹൂദന്മാരുടെ രാജാവിൻ്റെ ജനനത്തിൻ്റെ അടയാളമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവർ പ്രത്യേകമായിട്ട് ആ 3 രാജാക്കന്മാർ വന്ന് ജെറുസലേമിൽ രാജാവിനോട് ചോദിക്കുന്നതാണ്, എവിടെയാണ് ഈ യൂദന്മാരുടെ രാജാവായി ജനിച്ചവനെന്നാണ് ഹെറോദോസ് രാജാവിനോട് ആ പൗരസ്ത്യ ദേശത്ത് വന്ന ജ്ഞാനികൾ ചോദിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം, അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. ഹെറോദോസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ ഈശോ ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ആ ജ്ഞാനികൾ പറഞ്ഞത്. കിഴക്ക് ആകാശത്ത് നക്ഷത്രം കണ്ട, ഒരു പ്രത്യേക നക്ഷത്രം, ശോഭയാർന്നൊരു നക്ഷത്രമാണ് അവർ കണ്ടത്. അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് മനസ്സിലാക്കി, യൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ്റെ അടയാളമാണ് ഈ നക്ഷത്രമെന്ന്. അപ്പം ആ നക്ഷത്രം ഒരു അടയാളമാണ്. യേശുവിൻ്റെ, യൂദന്മാരുടെ രാജാവായി ജനിച്ച യേശുവിൻ്റെ അടയാളമായിരുന്നു ആ സ്വർഗീയ നക്ഷത്രം. അത് മനസ്സിലാക്കിയ ഈ ജ്ഞാനികളാണ്, ഈ രാജാക്കന്മാരാണ് അവർ വന്ന് യേശുവിനെ ആരാധിക്കാൻ, വണങ്ങാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. അവസാനം ഹെറോദോസ് ഇത് കേട്ട് അസ്വസ്ഥനായെന്നാണ് പറയുക. യേശുവിൻ്റെ ജനനത്തിൽ അവൻ അസ്വസ്ഥനായിട്ട് തീരുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അവനോടൊപ്പം ജെറുസലേം മുഴുവനും അസ്വസ്ഥമായി തീർന്നു. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ച് കൂട്ടി, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. എന്തെന്നാൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെറോദോസ് ആ ജ്ഞാനികൾ വിളിച്ച് രഹസ്യമായി പറഞ്ഞു, നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അവൻ അന്വേഷിച്ചു. അവിടെ ഒരു ആ നക്ഷത്രത്തിൻ്റെയാണ് പ്രശ്നം. വീണ്ടും ഉടനെ അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെ വിവരമറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട ആ നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് അത് നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹെറോദോസിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഈ ചരിത്രപരമായ സംഭവമാണ്
ഈ നക്ഷത്രം തെളിക്കുക എന്നുള്ള ആ പ്രതീകത്തിലേക്ക് ഇന്ന് നമ്മളെ നയിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ ലോകത്തിലെല്ലായിടത്തും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ് നക്ഷത്രങ്ങൾ. ആ യേശുവിൻ്റെ നക്ഷത്രം, ശോഭിതമായ നക്ഷത്രം തെളിഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ നക്ഷത്രങ്ങൾ തെളിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ നക്ഷത്രം ഒരു പ്രതീകമാണ്. ഇവിടെ വചനത്തിൽ പറയുന്നത്, ആ ജ്ഞാനികൾ ഹെറോദോസിൻ്റെ അടുക്കൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിഴക്ക് കണ്ട നക്ഷത്രം വീണ്ടും കണ്ടു. ആ നക്ഷത്രം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നുവെന്നാണ് പറയുക. അതിൻ്റെ പിന്നാലെ പോയി അവസാനം നക്ഷത്രം നിന്ന സ്ഥലത്ത് അവർ യേശുവിനെ കണ്ടെത്തുകയാണ്. ആ യേശു സാന്നിധ്യത്തിൻ്റെ ഒരടയാളമായി നക്ഷത്രം നിൽക്കുകയാണ്. അങ്ങനെ അവർ ആ ഭവനത്തെ പ്രവേശിച്ച് അമ്മയായ മറിയത്തോടു കൂടി ശിശുവിനെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. അവിടെയും യേശു സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് പ്രകാശിതമായ നക്ഷത്രം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നമ്മുടെ ഭവനങ്ങളിലെല്ലാം നമ്മുടെ നക്ഷത്രം തൂക്കാറുണ്ട്. അതൊരടയാളമാണ്. ഈ ഭവനത്തിൽ ഈശോ വസിക്കുന്നു, ഈ സ്ഥാപനത്തിൽ ഈശോ വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അതെ. ഞാൻ ആ നക്ഷത്രം തെളിക്കാൻ പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ ജീവിതത്തിലും ഈശോ വസിക്കുന്നു, ഈശോ ജീവിക്കുന്നു. ആ യേശുവിൻ്റെ ജീവിതമായ പ്രകാശം സംഭവിക്കുകയാണ്. പ്രകാശിതനായ യേശുവിൻ്റെ സാന്നിധ്യം. ഈശോ നമ്മുടെ വസിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈശോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രകാശിതരായിരിക്കും. ആ യേശുവിൻ്റെ സാന്നിധ്യം സജീവമാകുന്നതിന് അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും. എന്നിൽ നിന്നൊരു പ്രകാശ ചൈതന്യം മറ്റുള്ളവരിലേക്ക് പ്രസരിക്കും. അതവരെ സ്വാധീനിക്കുകയും അവരെ ശോഭിതരാക്കുകയും ചെയ്യും. ഇന്ന് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഈ രണ്ട് പ്രതീകങ്ങളെക്കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കുകയാണ്. ഒന്ന്, പുൽക്കൂടാകുന്ന ആ പ്രതീകം. രണ്ടാമത്തത്, നക്ഷത്രമാകുന്ന പ്രതീകം. ഇന്ന് കർത്താവിൻ്റെ ജനത്തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ രണ്ടാമത്തെ പ്രതീകവും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ജീവിക്കുന്ന നക്ഷത്രങ്ങളായി മാറണം. നമ്മൾ ജീവിക്കുന്ന നക്ഷത്രങ്ങളായിട്ട് മാറണം. ഈശോ എന്നിൽ ജനിച്ചു കഴിയുമ്പോൾ, ഈശോ എന്നിൽ സജീവമാകുമ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യം എന്നിൽ ശക്തമാകുമ്പോൾ എന്നിൽ നിന്നുള്ള പ്രകാശവും ശക്തമായിരിക്കും. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ധ്യാനിക്കുക, ചിന്തിക്കുക, യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എത്ര ശക്തമാണ്. ആ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുവോ, യേശുവിന് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഉന്നതമായുള്ള സ്ഥാനം ഞാൻ കൊടുക്കുന്നുവോ, ആ യേശുവിൻ്റെ വചനങ്ങളനുസരിച്ച് ഞാൻ ജീവിക്കുവാൻ ശ്രമിക്കുന്നുവോ, യേശുവിൻ്റെ ശക്തി നുകരുന്ന കൂദാശകൾ, വിശുദ്ധ കുർബാന കൂദാശകൾ സ്വീകരിച്ച് ഞാൻ ആത്മീയ ശക്തിയെ നിറയുന്നുവോ, അത്രമാത്രം യേശു ചൈതന്യം എന്നെ ശക്തമായിരിക്കും, അത്രമാത്രം ഞാൻ പ്രകാശിതനായിരിക്കും. ആ പ്രകാശിതമായ നക്ഷത്രം യേശുവിൻ്റെ സാന്നിധ്യത്തെ അറിയിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരുമാകുന്ന ജീവിക്കുന്ന നക്ഷത്രങ്ങളായി തീരാൻ, യേശുവിൻ്റെ സാന്നിധ്യം പേറുകയും സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്ന ജീവിക്കുന്ന നക്ഷത്രങ്ങളായി മാറാൻ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ അവസരത്തിൽ ഈ നക്ഷത്രം തെളിക്കുന്ന കർമ്മത്തിലൂടെ നമുക്ക് ആ ഒരു ഓർമ്മ നമ്മൾ ഉണർത്തി ബോധ്യത്തോടുകൂടി യേശു ചൈതന്യത്താൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്ന വ്യക്തികളായി തീരാൻ ഈ ക്രിസ്മസ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള മറ്റ് ചില പ്രതീകങ്ങളുമുണ്ട്. അതിൻ്റെയും അർത്ഥം നമ്മൾ അറിയണം. അർത്ഥം അറിയും തോറും അത് ചെയ്യുമ്പോൾ നമുക്കത് സന്തോഷമാകും, അതൊരു അനുഭവമായിട്ട് മാറും. അടുത്ത പ്രഭാഷണത്തിൽ ഞാനതിൻ്റെ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ ഒരുക്കത്തിൻ്റെ കാലം അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.